എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഗ്രീൻ പീസ് ഫ്രൈ വളരെ എളുപ്പത്തിലും അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടും നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഗ്രീൻ പീസ് ഫ്രൈയുടെ റെസിപ്പിയാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഇത് 8 മണിക്കൂർ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെള്ളമൊക്കെ നന്നായി ഡ്രെയിൻ ചെയ്ത് മാറ്റിയതാണ്. ഞാനിപ്പോൾ ഓവർനൈറ്റാണ് ഇത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിലൊട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരിക്കരുത്. ഞാനിപ്പോൾ വെള്ളത്തിൽ നിന്ന് ഡ്രെയിൻ ചെയ്ത് മാറ്റിയതിന് ശേഷം ഒരു കോട്ടൺ തുണിയിൽ വെച്ചിട്ട് ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ ഒപ്പിയെടുത്തിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്ത് തുടങ്ങാം. ഞാനിപ്പോൾ ആ പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് തന്നെ ചൂടാവണം. ശേഷം ഇതിലേക്ക് കുറച്ച് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത ഉടനെ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഒന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതി. കുറച്ച് സമയം ആ ഒരു പൊട്ടിത്തെറിക്കൽ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമുക്ക് അടുപ്പ് തുറന്ന് വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ട് തന്നെ ക്രിസ്പി ആയി വരണം. അതുവരെ എന്ത് ചെയ്യുക, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഈ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഉപ്പ് ഒന്നും തന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഫ്രൈ ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതുപോലെ ഇനി ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിതാ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്തെടുത്തതൊക്കെ ഞാനിതാ ഒരു കോട്ടൺ തുണിയിലേക്കാണ് കോരി എടുത്തിട്ടുള്ളത്. ഇതിൽ അധികമുള്ള എണ്ണയുടെ ആ ഒരു അംശമൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇനി എന്ത് ചെയ്യുക, ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഞാനിതാ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് ഇതിലേക്ക് നമ്മൾ ഉപ്പും മറ്റു പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് അധികമായി പോകരുത്, ഒരല്പം ചേർത്ത് കൊടുത്താൽ തന്നെ ധാരാളം ഉണ്ടാവും. ഞാനൊരു 1/4 ടീസ്പൂണ് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ആ ഒരു ഉപ്പും മുളക് പൊടിയൊക്കെ ഈ ഒരു ഗ്രീൻ പീസിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലായിരിക്കണം മിക്സ് ചെയ്യേണ്ടത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പിൻ്റെ അംശം കുറവുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒട്ടും ഫ്ലോപ്പ് ആവില്ല. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.